ചാനൽ 13.8 ഏവർക്കും സ്വാഗതം. നമ്മുടെ വിഷയം ജാതി സംവരണം ഭരണഘടന. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജാതിയെക്കുറിച്ച് വളരെ ചെറിയൊരു ഭാഗം പറഞ്ഞിരുന്നു. ഈ എപ്പിസോഡിലും ഒരു ചെറിയ ഭാഗം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്ത്യയിലെ ഇന്നത്തെ ജനസംഖ്യ ഏതാണ്ട് 138 കോടിയാണ്. അതൊരു ഏകദേശ കണക്കാണ്. 2021 അടുത്ത വർഷം ഒരു സെൻസസ് ഉണ്ടാവും. അത് കോവിഡ് കാരണം കുറച്ച് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ആ സെൻസസ് വരുമ്പോൾ നമുക്ക് കൃത്യമായ കണക്കറിയാം. ഈ കണക്ക് കഴിഞ്ഞ സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കല്ല. ഓരോ സെൻസസിനിടയ്ക്കും നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ പീരിയോഡിക്കലായിട്ട് സാമ്പിൾ സർവേ നടത്തിക്കൊണ്ടിരിക്കും. അതൊന്നും കൃത്യമായിരിക്കില്ല, എന്നാൽ ഒരു ഏകദേശ രൂപം കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ജനസംഖ്യ ഇപ്പോൾ 138 കോടി എന്ന് പറയുന്നത്. ഇതിൽ 35 കോടി എന്ന് പറഞ്ഞാൽ 25% കൃത്യം 4/1 പട്ടിക ജാതി പട്ടിക വർഗ്ഗങ്ങളാണ്. പട്ടിക വിഭാഗങ്ങളിൽ നിന്ന് പൊതുവായിട്ട് പറയാം. അതിന് മറ്റൊരു പേരുണ്ട്, ദളിത്. ഈ പേരിൽ അറിയപ്പെടുന്നവരാണ് 25%. 4 ഇന്ത്യക്കാരിൽ ഒരാൾ. അത് ചെറിയ സംഖ്യയല്ല. ഈ 138 കോടിയുടെ 4/1 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 35 കോടി ജനങ്ങൾ ഇന്ത്യയിൽ പട്ടിക വിഭാഗങ്ങളാണ്. ഇവർ ഇന്നിപ്പോൾ പൊതുവെ പറയപ്പെടുന്നത് ജാതീയമായിട്ട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു. സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും എല്ലാം വളരെ താഴെത്തട്ടിലാണ്. അത് ഈ ജാതി വ്യവസ്ഥ എന്നതിന് കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയായിരിക്കും, അത് ഒരുപാട് ശരികളുണ്ട്. പക്ഷേ ഏറ്റവും അത്ഭുതകരമായ കാര്യം, ജാതി ശ്രേണിയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരും ജാതിയുടെ കൊടും പീഡനങ്ങൾ അനുഭവിച്ച ആളുകളും എന്തുകൊണ്ടാണ് മറ്റ് മതങ്ങളിലേക്ക് മാറാതെ പോയത് എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 700 വർഷത്തോളം ഇസ്ലാമിക രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. പല ഗ്രൂപ്പ്, മുഗളന്മാർ കുറച്ചു കാലം, പിന്നെ ലോധി ഗ്രൂപ്പ്, അടിമ വംശം, തുഗ്ലക്ക്, പിന്നെ അറബികൾ ഭരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സിന്ധ് പ്രദേശമൊക്കെ അറബികൾ ഭരിച്ചിട്ടുണ്ട്. പലരും ഭരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ നിർബന്ധമായിട്ട് ആളുകളെ പ്രലോഭനങ്ങൾ കൊണ്ടോ ബലപ്രയോഗത്തിലൂടെയോ മതം മാറ്റുന്ന മതക്കാരാണ് ഈ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും. ഏറെക്കുറെ 190 കൊല്ലം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അവരെ കൂടാതെ ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, ഇവരും കുറേ കാലം ഇന്ത്യയുടെ പല കൊച്ചു കൊച്ചു ഭാഗങ്ങളിൽ ഭരണം നടത്തിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ ഒരു ബലപ്രയോഗത്തിൽ കൂടെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ മതം മാറ്റിയ വിഭാഗം പോർച്ചുഗീസുകാരാണ്. അവർ ഗോവയിലൊക്കെ വളരെ ശക്തമായ ബലപ്രയോഗത്തിൽ കൂടെ അവിടുത്തെ ആളുകളെ മതപരിവർത്തനം ചെയ്തപ്പോഴാണ് ഈ ഗൗഡ സാരസ്വത ബ്രാഹ്മണർ എന്ന് പറഞ്ഞ ആളുകൾ അവിടുന്ന് ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്. അപ്പോൾ ഇത്രയും ഗ്രൂപ്പുകൾ ഏകദേശം 200 വർഷം, 2 നൂറ്റാണ്ട് ക്രിസ്ത്യാനികളും 7 നൂറ്റാണ്ട് മുസ്ലിങ്ങളും, ഒന്ന് സ്നേഹമതം, ഒന്ന് സമാധാന മതം. 2 കൂട്ടരുടെയും ഏറ്റവും വലിയ താല്പര്യം മറ്റ് മതക്കാരെ തങ്ങളുടെ മതത്തിലേക്ക് ബലപ്രയോഗത്തിൽ കൂടെയോ പ്രലോഭനങ്ങളിൽ കൂടെയോ നമ്മുടെ മതത്തിലേക്ക് ചേർത്ത് നമ്മുടെ സ്വർഗത്തിലേക്ക് അവരെയും കൊണ്ടുപോകുക എന്നുള്ള ഒരു നല്ല ഉദ്ദേശമായിരിക്കും അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള മതങ്ങളൊക്കെ പരിശ്രമിച്ചിട്ടും, ഇത്രയും സ്വർഗം കാട്ടി പ്രലോഭിപ്പിച്ചിട്ടും, ഇത്രയും സ്നേഹിച്ചിട്ടും സമാധാനിച്ചിട്ടും ഈ 35 കോടി ജനങ്ങൾ ഇത്രത്തോളം പീഡനം അനുഭവിച്ചുകൊണ്ട് എങ്ങനെ ഇന്ത്യയിൽ ജീവിച്ചു പോന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം എനിക്ക് അറിയുന്നില്ല. എനിക്ക് ഊഹിക്കാനേ കഴിയുള്ളൂ. ഞാൻ ഊഹിച്ച് കണ്ടെത്തുന്നത് ഒരു കാര്യം കൂടി പറയാം. ഇവർ മതപരിവർത്തനം നടത്തിക്കഴിഞ്ഞാൽ ആ മതപരിവർത്തനത്തിനെ ഇന്ത്യ ഭരിച്ചിരുന്ന ശക്തികൾ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പട്ടികജാതിക്കാരൻ ക്രിസ്തുമതം സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ അത് അവരാരും തടയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് സംഭവം. അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്താലും ഇസ്ലാമിസ്റ്റുകളാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഭരണത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ ആളുകൾ എന്തുകൊണ്ട് പിടിച്ചു നിന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇന്നും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ഹിന്ദുക്കളിൽ സിംഹഭാഗവും അവിടുത്തെ പട്ടിക, നമ്മുടെ ഇന്ത്യയിലെ പട്ടിക വിഭാഗങ്ങൾ എന്ന് പറയുന്ന ആളുകളാണ്. അവിടെ അങ്ങനെ പട്ടികജാതി എന്നുള്ള വാക്കൊന്നുമില്ല. അവിടെ എന്താ വാക്കെന്ന് എനിക്കറിയില്ല. അവിടെ അങ്ങനെയുള്ള ആളുകളാണ് അവിടെ നിൽക്കുന്നത്. അവരിപ്പോഴും കടുത്ത ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമിക നിയമത്തിന് കീഴിലൊക്കെ ജീവിച്ചിട്ടും അവർ മതം മാറാൻ വിസമ്മതിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം? അവർക്ക് സംബന്ധിച്ചിടത്തോളം
മതപഠനം ഒട്ടും തന്നെ ഇല്ല, മതഗ്രന്ഥങ്ങളൊന്നും വീട്ടിലില്ല, അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്, ഇപ്പോൾ കാണുമായിരിക്കും. എന്നിട്ടും അവർ ഈ മതങ്ങളിലേക്ക് പോയില്ല. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ഒന്ന്, ഈ സമാധാന മതവും സ്നേഹമതവും അവർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറം പീഡനങ്ങളുള്ള മതമായിരിക്കാം. കാരണം ഒരുപാട് ആചാരങ്ങൾ, വളരെ നേരത്തെ എഴുന്നേറ്റുള്ള നിസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, ധ്യാനങ്ങൾ, ഉപവാസങ്ങൾ, പട്ടിണി കിടക്കൽ, ഇതൊക്കെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവാം. ഒന്ന്. അതുപോലെ തന്നെ ശരീരത്തിൽ നടത്തേണ്ട ശസ്ത്രക്രിയകൾ, അതൊക്കെ വിഷമമൊക്കെ കാര്യമാണ്. രണ്ടാമതൊരു കാരണം ഞാൻ കാണുന്നത്, ഇന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള വലിയ ഒരു ജാതി പീഡനം അവരനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇതിന്ന് ആളുകളിങ്ങനെ എഴുതി പെരുപ്പിച്ച് പോകുന്നതായിരിക്കാം. അത്രയും പീഡനം അനുഭവിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു റിസ്ക് എടുത്തിട്ട് സ്നേഹക്കാരുടെ കൂടെയോ സമാധാനക്കാരുടെ കൂടെയോ കൂടുമായിരുന്നു. കുറേ പേര് പോയിട്ടുണ്ട്, ഞാൻ ആരും പോയില്ല എന്നല്ല, കുറേ പേര് പോയി. 35 കോടി ഇവിടെ ബാക്കിയായി എന്നുള്ളതാണ് രസം. ഇത് പലരും പറയാതെ പോകുന്നൊരു വിഷയമാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ജാതി ശ്രേണീകരമായ ജാതി വ്യവസ്ഥയും അതിൻ്റെ അയിത്തങ്ങളും അശുദ്ധിവാദങ്ങളും അതിൻ്റെ ഈ ആചാരപരമായ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സ്വീകാര്യമായിരിക്കാം. കാരണം ഒരുപക്ഷെ എല്ലാവർക്കും ഒരു കീഴ്ജാതിയും ഒരു മേൽജാതിയും ഉണ്ടായിരുന്നിരിക്കാം. ഏറ്റവും കീഴ്ജാതിയും ഇല്ല, ഏറ്റവും മേൽജാതിയും ഇല്ലാതെ ഒരു പ്രത്യേക ഒരു വളരെ ഉയർന്നൊരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ ജാതി വ്യവസ്ഥയെ ഇങ്ങനെ സന്തുലിതമാക്കി നിർത്തിയിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. ജാതിയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ, ഇപ്പോൾ അത് ഡോക്ടർ അംബേദ്കറുടെ ആയിക്കോട്ടെ, അത് PK ബാലകൃഷ്ണൻ്റെ കേരളത്തിലെ കേരള ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള പുസ്തകമാവട്ടെ, ചരിത്രകാരന്മാരായ MGS നാരായണൻ, എളംകുളം കുഞ്ഞമ്പിള്ള, ശ്രീധരമേനോൻ, ഇവരൊക്കെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി കൂടെയായിരുന്നു. ഇതൊക്കെ ഒന്നും തന്നെ ഈ ജാതി എന്നുള്ള സെറ്റപ്പിൽ പൂർണ്ണമല്ല. ഇതെങ്ങനെയാണ് ഇത് ആരെങ്കിലും കണ്ടുപിടിച്ചതാണോ, ഇത് ബ്രാഹ്മണർ ഒരു സ്റ്റാറ്റസ് ഇങ്ങനെ ആൾക്കാർക്ക് താഴേക്ക് ചാർത്തി കൊടുത്തതാണോ എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ആളുകൾക്ക് ഊഹിക്കാനേ കഴിയുള്ളൂ. ഇതിൻ്റെ തുടക്കം എന്നാണ്, ഒടുക്കം എന്നായിരിക്കും എന്നറിയില്ല. ഞാൻ പറഞ്ഞു ഇത് ഡൈനാമിക്കാണ്. ഇതിൻ്റെ കൂടെ വിട്ടുപോയ ഒരു കാര്യം കൂടി പറയാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ജാതി ഹൈലി ഡൈനാമിക്കാണ് എന്ന് പറഞ്ഞാൽ ജാതി സ്ഥിരമായി നിൽക്കുന്നില്ല, അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി കറങ്ങുന്ന പോലെയാണ് ജാതിയും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട, കീഴാള വിഭാഗത്തിൽപ്പെട്ട, അവർണ വിഭാഗത്തിൽപ്പെട്ട ജാതികൾ ഇന്ന് കേരളത്തിൽ സവർണർ മാത്രമല്ല അതിസവർണരാവുകയും നവക്ഷത്രിയർ എന്നൊരു പുതിയ വാക്കിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. ഇന്ന് ഇന്ത്യ ഒട്ടാകെയുള്ള പണ്ട് ശൂദ്രർ എന്ന് വിളിച്ചിരുന്ന പല ജാതികളും, അത് ഗുജറാത്തിലെ പട്ടേൽ സമുദായമായാലും ആന്ധ്രാപ്രദേശിലെ റെഡ്ഡി സമുദായമായാലും, അവരെല്ലാം ആ ശൂദ്ര ടൈറ്റിൽ ഉപേക്ഷിച്ച് ആ പാമ്പ് പടം പൊഴിയുന്ന പോലെ ശൂദ്ര പടം പൊഴിഞ്ഞിട്ട് നവക്ഷത്രിയരായിക്കൊണ്ടിരിക്കുകയാണ്, ഭരണാധികാരികളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭരിക്കുന്നവനാണല്ലോ ക്ഷത്രിയൻ, രാജാവ്. അപ്പോൾ കേരളത്തിലെ നായന്മാർ ഇന്ന് നമുക്ക് മൊത്തത്തിൽ നവക്ഷത്രിയർ എന്ന് വിളിക്കാം. ആ ലെവലിലേക്ക് അവർ മാറി. അത് പെർമനൻ്റ് അല്ല, വീണ്ടും മാറും. ഈ ജാതി ഡൈനാമിക്കാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഏറ്റവും നല്ല ഒരു പഠനം നമുക്കെല്ലാവർക്കും സ്വീകരിക്കാവുന്ന, നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം ജാതി അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിദ്ധാന്തം ഇറക്കിയത് MN ശ്രീനിവാസ് എന്ന് പറഞ്ഞ ഒരു കർണാടക സ്വദേശിയായ ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റാണ്, ഒരു സോഷ്യോളജിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ജാതി വളരെയധികം സ്പീഡിൽ തന്നെ ചലിക്കുന്ന ഒരു വ്യവസ്ഥയാണെന്നും അത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല എന്നും അതിൻ്റെ ഈ സോഷ്യൽ സ്റ്റാറ്റസും റിച്വൽ സ്റ്റാറ്റസ് പോലും വളരെ സാവധാനത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സിദ്ധാന്തമുണ്ട്. അതിന് 2 വാക്കുകളെ പുള്ളി ഉപയോഗിച്ചത്. ഒന്ന് സാൻസ്ക്രിറ്റൈസേഷൻ, മറ്റൊന്ന് വെസ്റ്റേണൈസേഷൻ. എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ ജീവിത പരിസരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് ഈ ഹിന്ദു മതത്തിലെ, അത് എല്ലാ മതങ്ങളിലും ആപ്ലിക്കബിൾ ആണെങ്കിലും പ്രധാനമായിട്ട് പുള്ളി ഹിന്ദു മതമാണ് പഠിച്ചത്. അത് ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അതേ സിദ്ധാന്തം അപ്ലൈ ചെയ്യാം. ഹിന്ദു മതത്തിലെ ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന ജാതികൾ, ബ്രാഹ്മണർ, അങ്ങനെയുള്ള ക്ഷത്രിയർ, ആ വിഭാഗങ്ങൾ ഇന്ത്യ ഒട്ടാകെ പാശ്ചാത്യ സംസ്കാരത്തെ വാരിപ്പുണരുകയാണ്. അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നു, ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികളെ വിടുന്നു. വീട്ടിൽ പോലും അച്ഛനും അമ്മയും കുട്ടികളും തമ്മിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കോടിക്കണക്കിന് കുടുംബങ്ങൾ ഇന്ത്യയിലുണ്ട്, കോടിക്കണക്കിന്. അവരെല്ലാം ഇന്ത്യക്കാരാണ്, ഹിന്ദുക്കളായിരിക്കും, മാതൃഭാഷ ഹിന്ദിയോ മലയാളമോ ആയിരിക്കും.
എൻ്റെ കുടുംബത്തിലുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒരു 3-4 പേരുണ്ട് വീട്ടിൽ ഇംഗ്ലീഷേ പറയുള്ളൂ, കുട്ടികളോട്, ഭാര്യയും ഭർത്താവും. അങ്ങനെയുള്ള ഫാമിലികൾ. പാശ്ചാത്യ വസ്ത്രം ധരിക്കുക, ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിക്കില്ല. പാശ്ചാത്യ രീതിയിലുള്ള വീടിൻ്റെ നിർമ്മാണത്തിൽ പോലും അവരുടെ വാസ്തു ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു. പാശ്ചാത്യ ഭക്ഷണം കഴിക്കുന്നു. പാശ്ചാത്യരുടെ രുചികളും രീതികളും പിന്തുടരുന്നു. മക്കളെയൊക്കെ വിദേശ രാജ്യങ്ങളിൽ അയക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഏറ്റവും മുന്നോക്ക ജാതികൾ ചെയ്യുന്നു. അതിനാണ് നമ്മൾ വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത്. അവർ സംസ്കൃതം പോലത്തെ ഭാഷകളെ ഉപേക്ഷിച്ചിട്ട് ഇംഗ്ലീഷിനെ വാരിപ്പുണരുന്നു. ഇനി അടുത്തത് ഈ മുന്നോക്കക്കാർ അല്ലെങ്കിൽ ബ്രാഹ്മണർ അല്ലെങ്കിൽ സവർണർ എന്ന് പറയുന്ന ആളുകൾ ഉപേക്ഷിച്ച് കളയുന്ന ഭാരതീയ സങ്കല്പങ്ങളെ, സംസ്കൃത ഭാഷ, നമ്മുടെ വെജിറ്റേറിയൻ ഫുഡ്, അത് ഞാൻ പറയാൻ പറഞ്ഞത് മറ്റവർ നോൺ വെജിറ്റേറിയൻ ഫുഡിലേക്ക് മാറുന്നു. അവർക്ക് ബീഫും കഴിക്കാം, പോർക്കും കഴിക്കാം, എല്ലാം കഴിക്കാം. ഈ വെജിറ്റേറിയൻ ഫുഡൊക്കെ ഈ ഇടത്തരം ജാതികൾ, മിഡിൽ കാസ്റ്റുകൾ, അവരെന്ത് ചെയ്യുന്നു? ഈ സവർണർ ഉപേക്ഷിച്ച് കളഞ്ഞ ഭാരതീയമായ ഭക്ഷണ രീതികളും എല്ലാ കാര്യങ്ങളെയും വാരി പുണരുന്നു. എന്ന് പറഞ്ഞാൽ ഇറച്ചി കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ വെജിറ്റേറിയൻസായി മാറുന്നു. കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുന്നു. അവർ RSSയുടെ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ കുട്ടികളെ ചേർക്കുന്നു. അങ്ങനെ പല രീതിയിൽ സവർണർ വേണ്ട എന്ന് ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യങ്ങളെ ഇവർ വാരിപ്പുണർന്ന് ഇവർ പഴയ സവർണൻ്റെ ലെവലിലേക്ക് വരുന്നു. ഇത് തികച്ച് ഹിന്ദുക്കളിൽ മാത്രമല്ല, മറ്റു മതങ്ങളിലും ഏറെയും കുറഞ്ഞും ഈ രീതിയുണ്ട്. ഈ സാൻസ്ക്രിറ്റൈസേഷനും വെസ്റ്റേണൈസേഷനും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാശ്ചാത്യവൽക്കരണവും സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞാൽ ശരിയല്ല, ആര്യവൽക്കരണം, പാശ്ചാത്യവൽക്കരണം. ഈ രണ്ട് പ്രക്രിയകൾ ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും, വിശിഷ്യ ഹിന്ദു മതത്തിൽ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിൻ്റെ പേരാണ് കാസ്റ്റ് ഡൈനാമിസം. ഇതിൽ കൂടെയാണ് പല ജാതികളും വളരെ പതുക്കെ സാമൂഹ്യപരമായും ആചാരപരമായും, ഈ ആചാരം വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞു, ഇത് കേരളത്തിലെ ഏറ്റവും പ്രമുഖ ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നായന്മാരാണ്. നമ്പൂരിയും എമ്പ്രാന്തിരിയും ഒന്നുമല്ല, അതൊന്നുമില്ല കേരളത്തിൽ, ബാക്കി അവിടെ ഒളിച്ചിരിക്കുക. പക്ഷേ ഈ ഒരു റിച്വൽ വന്നാൽ, ഒരു ചടങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ബ്രാഹ്മണന് 1-ാം സ്ഥാനം വരും. ആ പൂജ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ആ റിച്വൽ സ്റ്റാറ്റസ് അവർക്കാണ്. അത് കാലക്രമേണ മാറുമായിരിക്കാം. നായന്മാരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിലൊന്നും ഒരു നമ്പൂരിയുടെ ആവശ്യമില്ല, അവർ തന്നെ ചെയ്യുന്ന കാര്യമാണ്. ഇത് ഇന്ത്യയിൽ നടന്ന ഏറ്റവും നല്ലൊരു പഠനമാണ്. അദ്ദേഹം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നടത്തിയപ്പോൾ എല്ലായിടത്തും ഏറെക്കുറെ ഇത് തന്നെയായിരുന്നു, ഈ വെസ്റ്റേണൈസേഷനും സാൻസ്ക്രിറ്റൈസേഷനും. നമുക്കിനി കേരളത്തിലെ വ്യത്യസ്ത സംവരണ സമുദായങ്ങളിലേക്ക് വരാം. കേരളത്തിലുള്ള ഒരു സംവരണ സമുദായമാണ് ലത്തീൻ കത്തോലിക്കർ, അതിന് ഇംഗ്ലീഷിൽ ലാറ്റിൻ കാത്തലിക് എന്ന് പറയും. ഇത് കേരളത്തിൻ്റെ മുഖ്യമായിട്ടും കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു ജനവിഭാഗമാണ്. ഇവരെ ആരാണെന്ന് ചോദിച്ചാൽ, പോർച്ചുഗീസുകാർ കേരളം ഭരിച്ച കാലത്ത്, കേരളം മൊത്തം ഭരിച്ചിട്ടില്ല, കൊച്ചിയിൽ ഭരിച്ച കാലത്ത് അവർ നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്ത ആളുകളാണ്. അതിൽ സിംഹഭാഗവും ധീവര സമൂഹത്തിൽ, അല്ലെങ്കിൽ മുക്കുവർ, ഫിഷർമെൻ, ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ കൺവെർട്ട് ചെയ്താണ് ഈ ലത്തീൻ സഭ ഉണ്ടാക്കിയത്. അപ്പോൾ ആ സഭയുടെ ഒരു ചരിത്രം ഏതാണ്ട് 500 കൊല്ലമുണ്ട്. 500 കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം പഴയ കാലത്തെ വിവാഹ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 20 വർഷത്തിൽ ഒരു തലമുറ വെച്ച് പറയേണ്ടി വരും. കാരണം 16-17 വയസ്സുള്ള ആൾക്കാർ വിവാഹം കഴിച്ചിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ കല്യാണം കഴിച്ച് 16 വയസ്സിലാണ്. അതൊരു 100 വർഷം മുമ്പായിരിക്കും എൻ്റെ ഗ്രാൻഡ് ഫാദർ വിവാഹം. അപ്പോൾ 500 കൊല്ലം മുമ്പ് ചിലപ്പോൾ അതിനേക്കാൾ താഴത്തെ പ്രായത്തിലായിരിക്കും വിവാഹം കഴിച്ചിട്ടുണ്ടാവുക. എന്താവട്ടെ, ഒരു 20 വർഷത്തിൽ ഒരു ജനറേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 25 തലമുറ ക്രിസ്ത്യാനികളായി കഴിഞ്ഞവർ. ആദ്യകാലത്ത് കൺവെർട്ട് ചെയ്ത ആളുകൾ അവരുടെ 25ാമത്തെ തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി എല്ലാവരും ഒറ്റ ദിവസം കൊണ്ട് കൺവെർട്ട് ചെയ്തവരാകില്ല, പല കാലങ്ങളിലായിരിക്കാം. പോർച്ചുഗീസുകാർ പോയതിന് ശേഷവും ഈ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്ത ആൾക്കാരുണ്ടാവാം. എന്നാലും ഏകദേശം 500 കൊല്ലത്തെ ചരിത്രമുള്ള ഒരു സഭയാണ് ലത്തീൻ സഭ. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ, തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള തീരപ്രദേശങ്ങളിൽ ഈ സഭയ്ക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. കൊച്ചി പോലത്തെ ഏറ്റവും വലിയ കേരളത്തിലെ നഗരത്തിൽ, തിരുവനന്തപുരത്തും ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ തന്നെ ഇവരാണെന്ന് സംശയമുണ്ടിരിക്കും, കോളേജുകളും സ്കൂളുകളും ഒക്കെ.
ഈ സഭയിലേക്ക് പരിവർത്തനം ചെയ്തവരിൽ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 75% ആളുകൾ മാത്രമായിരിക്കും ഈ ധീവര സഭയിൽ നിന്ന് മാറിയവർ. മറ്റുള്ളവർ ഈഴവരായിട്ടും നായന്മാരും പല ജാതിപ്പെട്ട ആൾക്കാർ മാറിയിട്ടുണ്ട്. കാരണം പോർച്ചുഗീസുകാർ ഭരിക്കുമ്പോൾ അവർക്ക് കുറച്ച് താല്പര്യം കൂടുതലായിരുന്നു മതപരിവർത്തനത്തിന്. കുറച്ച് ഫോഴ്സ്ഡ് കൺവെർഷൻ നടത്തിയ ഒരേ ഒരു വെസ്റ്റേൺ ഗ്രൂപ്പാണ് അവർ. അപ്പോൾ അങ്ങനെ മാറിയ ആളുകളൊക്കെ ഇന്ന് അവർ എല്ലാവരും ഒരേ സംവരണമായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നായന്മാരായിരുന്നെങ്കിൽ അവർ ഇന്ന് സംവരണത്തിന് പുറത്തു പോയേ. പക്ഷേ അവരൊക്കെ ഇത് സംവരണമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ലത്തീൻ്റെ പേരിൽ. ഇതേ സംഭവമാണ് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു വരും. ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തവരിലും നായന്മാരുണ്ട്, നമ്പൂതിരിമാരുണ്ട്, ഈഴവരുണ്ട്, പട്ടികജാതിക്കാരുണ്ട്. കേരളത്തിലെ ജാതികളിൽ എല്ലാ ജാതിപ്പെട്ട ആൾക്കാരും മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതൽ പേര് മാറിയിരിക്കുക പിന്നോക്ക പട്ടിക വിഭാഗങ്ങളിൽ നിന്നായിരിക്കാം. പക്ഷേ ഇന്നിപ്പോൾ അവരെല്ലാവരും ഒരുപോലെ ഒരു സംവരണത്തിന് അർഹരായി. അപ്പോൾ അവർ പണ്ട് മുന്നോക്കക്കാരായിരുന്നു. മതം മാറി മുസ്ലിം ആകുമ്പോൾ അവർ പിന്നോക്ക ജാതിക്കാരാകുന്നു. പട്ടികജാതിക്കാർ മതം മാറി പിന്നോക്കക്കാരാകുമ്പോൾ അവരും പിന്നോക്ക ജാതിക്കാരാകുന്നു ഇസ്ലാമാകുമ്പോൾ. ഇത് ഈ ലത്തീൻ സഭയിലും സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഹിന്ദുക്കളിലെ ജാതികളിൽ നിന്ന് നിങ്ങൾ ഏത് മതത്തിലേക്ക് അല്ലെങ്കിൽ ഏത് സഭയിലേക്ക് മതം മാറുന്നു എന്നതനുസരിച്ചാണ് നിങ്ങളുടെ സംവരണം പോലും തീരുമാനിക്കുന്നത്. നിങ്ങൾ ഒരാൾ തന്നെയാണ്. നിങ്ങൾ മറന്ന സഭ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ നാടാർ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് കേരളത്തിൽ. അത് തെക്കൻ തിരുവിതാംകൂറിലാണ് കൂടുതൽ, തിരുവനന്തപുരം, കന്യാകുമാരി, നാഗർകോവിലൊക്കെയാണ്. അപ്പോൾ അവരൊരുപാടായിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ട്. അവർ സ്വീകരിച്ചത് പല പല സഭകളിലാണ്. കുറേ പേര് CSIയിൽ ചേർന്നു, കുറേ പേര് കത്തോലിക്ക സഭയിൽ ചേർന്നു, കുറേ പേര് മലങ്കര സഭ, റീത്ത് എന്ന് പറയും, അതിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ കത്തോലിക്ക സഭയിൽ ചേർന്നവരും ഈ മലങ്കര സഭയിൽ ചേർന്നവരൊക്കെ സവർണ ക്രിസ്ത്യാനികളായിപ്പോയി. അവർക്ക് സംവരണമില്ല. ഈ CSIയിൽ ചേർന്നവർക്കാണ് ഇപ്പോൾ സംവരണം കിട്ടുന്നത്. ഒരു മതത്ത് ക്രിസ്തു മതത്തിൽ ചേരാതെ നിൽക്കുന്ന നാടാർമാർക്കും നാടാർ എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ഹിന്ദു നാടാർ എന്ന് പറഞ്ഞൊരു കോട്ടയുണ്ട്. ശരിക്കും ഒരു നാടാർ എന്നുള്ളൊരു ജാതിയിൽ ജനിച്ചത് പോയത് കൊണ്ടാണ് ഒരു സംവരണം ആവശ്യമെങ്കിൽ അവർ മതം മാറിയ നാടാർമാരും മതം മാറാത്തവരെയും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഒരു സംവരണം കൊണ്ടുവരേണ്ടതായിരുന്നു. പക്ഷേ ക്രിസ്തു മതത്തിലേക്ക് മാറിയ നാടാർമാർക്ക് ഒരു ചെറിയ മുൻതൂക്കം വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് ഈ രണ്ട് സംവരണം വെച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർക്ക് സംഭവിച്ചത്. ലത്തീൻ കത്തോലിക്ക സഭയിലേക്ക് മാറാത്ത ധീവരർക്ക് ധീവര എന്ന് പറഞ്ഞിട്ടൊരു സംവരണം കേരളത്തിലുണ്ട്. ലത്തീൻ കത്തോലിക്കർക്ക് വേറൊരു സംവരണം. അവർ രണ്ടുപേരെ കൂട്ടിക്കെട്ടി ഒറ്റ സംവരണമാക്കാം, പെർസെൻറ്റേജ് കൂട്ടിയാൽ മതി. പക്ഷെ അങ്ങനെ ചെയ്യില്ല. ഇത് തന്നെ കാരണം ഈ ലത്തീൻകാർക്ക് ഒരുപാട് കോളേജ് സ്കൂളുണ്ട്. പക്ഷേ ധീവരർക്ക് അതൊന്നുമില്ല. ഇനി ഈ ധീവരരും ഈ ലത്തീൻകാരും അല്ലെങ്കിൽ ആ ഒരു സമൂഹം അവർ ഹിന്ദു മതത്തിൻ്റെ മറ്റ് ജാതി ശ്രേണിയിൽ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാരല്ല. കാരണം അവർ കടലിനെ ആശ്രയിച്ച് ജീവിച്ച ആൾക്കാരാണ്. മത്സ്യബന്ധനമാണ് അവരുടെ തൊഴിൽ. അവരുടെ ദൈവം തന്നെ കടലമ്മയാണ്. ആ കടലമ്മയെ വിട്ട് മതം മാറി വന്ന ക്രിസ്ത്യാനികളും കടലമ്മയെ തന്നെയാണ് ആരാധിക്കുന്നത്. മറ്റൊരു പേരിൽ വേളാങ്കണ്ണി മാതാവ്, മരിയൻ തീർത്ഥാടനം എന്നൊക്കെ പറയുന്നത് ഈ കടലമ്മ തന്നെയാണ്. കടലിൽ നിന്ന് പെട്ടെന്ന് മാതാവ് പൊങ്ങി വന്നതാണ് അവർ വിശ്വസിക്കുന്നത്. ഈ വല്ലാർപ്പാടത്തമ്മ, വേളാങ്കണ്ണി, അതുപോലെ കുറേ കേരളത്തിൽ എമ്പാടുമുണ്ട് അങ്ങനെ ഒരു അമ്മ ആരാധന, കടലമ്മേനെ ആരാധിക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കളിലെ മറ്റ് ദൈവങ്ങളെക്കാളും ഒരു പ്രാധാന്യം കൂടുതൽ കടലമ്മയ്ക്ക് കൊടുക്കുന്ന, ഈ ജാതി ശ്രേണിയിൽ കൃത്യമായിട്ട് സ്റ്റാറ്റസ് ഫിക്സ് ചെയ്യാത്ത, കടലിനെ ആശ്രയിച്ചും മീൻപിടുത്തത്തിനെ ആശ്രയിച്ചും ജീവിക്കുന്ന ഒരു വ്യത്യസ്ത സംസ്കാരമുള്ള ഒരു ട്രൈബായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാറ്. അവരിപ്പോൾ ഈ 500 കൊല്ലം കഴിഞ്ഞിട്ടും അവർ ഈ സംവരണം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്രയധികം സ്ഥാപനങ്ങൾ വാങ്ങിയിട്ടും അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അവരിപ്പോഴും പിന്നോക്കമായി നിൽക്കുന്നത്? മതം മാറ്റത്തിൽ കൂടെയോ ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ട് അവർക്കിപ്പോഴും ആ പിന്നോക്കാവസ്ഥയെ മറികടക്കാൻ കഴിയുന്നില്ല? ഇതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതുപോലെ പട്ടിക വർഗത്തിലും ഈ പ്രശ്നമുണ്ട്. പട്ടിക ജാതിയിൽ നിന്ന് ആളുകൾ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാമിലേക്കും മാറിയിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് മാറിയവർക്ക് ഒരു പ്രത്യേക സ്റ്റാറ്റസ് അതിൽ കൊടുക്കുന്നില്ല. അവരെല്ലാം മൊത്തം ഒരു മുസ്ലിം എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്നു. ആ മുസ്ലിമിലേക്ക് വന്നവരിൽ പല ജാതിക്കാരുണ്ട്. കൂടാതെ അറബികൾ ഇവിടെ വന്ന് വിവാഹം കഴിച്ച് അതിലുണ്ടായ കുട്ടികൾ ധാരാളമുണ്ട്. അപ്പോൾ അത് ഒരു ക്രോസ് ബ്രീഡാണ്. കുറച്ചുകൂടെ ഒരു
എന്താ പറയുക, ഒരു ക്വാളിറ്റി കൂടിയ ആൾക്കാരാണ്. രണ്ട് രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച് കുട്ടിയുണ്ടാകുമ്പോൾ ഒരു ക്വാളിറ്റി കൂടും. അപ്പോൾ അവരെ കൊണ്ടായിട്ട് അവരോടാണ് ഇപ്പോൾ ഈ പട്ടികജാതിയിൽ നിന്ന് 2 ദിവസം മുമ്പ് മതം മാറിയ ആളും അവരോടൊപ്പം മത്സരിക്കേണ്ട അവസ്ഥയാണ്. അവർക്കൊരു സബ് കാറ്റഗറൈസേഷൻ ഇസ്ലാമിൽ കേരളത്തിൽ നടന്നിട്ടില്ല. അതിന് ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും ഈ മുന്നോക്ക മുസ്ലിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾ സമ്മതിക്കാതിരിക്കുകയാണ്. ഞങ്ങൾക്കുള്ളിൽ ജാതീയമായി പിരിവ് വേണം, ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒറ്റക്കെട്ടല്ല, അവർ ഒരുപാട് വ്യത്യാസമുണ്ട്. ക്രിസ്തു മതത്തിലാണെങ്കിൽ കേരളത്തിൽ ഒരു 5-6 സംവരണമുണ്ട്. സംവരണരഹിതരായിട്ടുള്ള, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ സവർണ ക്രിസ്ത്യാനി ഒരു ചെറിയ 5-6% ഉണ്ട്. അത് തന്നെ ഒരു 5-6 ഗ്രൂപ്പുകളാണ്. യാക്കോബായ, ഓർത്തഡോക്സ്, മാർത്തോമ, മലങ്കര, സ്വതന്ത്ര സുറിയാനി, അങ്ങനെ കുറേ ആൾക്കാർ. അതുകൂടാതെ കേരളത്തിൽ സംഭവിച്ച വേറൊരു പ്രശ്നം, ഈ പട്ടികജാതിയിൽ നിന്ന് കുറേ ആളുകൾ പെന്തക്കോസ്ത് ഗ്രൂപ്പുകളിലേക്ക് മാറി. അവരിപ്പോൾ അവിടെയില്ല ഇവിടെയില്ല നിൽക്കുക. അവർക്ക് സംവരണം പോയി, എന്നാൽ അവർ ഈ സവർണരുടെ കൂട്ടത്തിലും കൂടുന്നില്ല. അവർ പ്രത്യേക സഭകളാണ്. അവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്കറിയില്ല. അവർ എങ്ങനെയാണ് സംവരണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത് എന്നറിയുന്നില്ല. അതുപോലെ പട്ടികജാതിയിൽ നിന്ന് മതം മാറിയ ആളുകളിൽ ചില ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭകളുണ്ട്. സാൽവേഷൻ ആർമി, ലൂത്രൻ ചർച്ച്, CSI, അങ്ങനെയുള്ള ചർച്ചുകളിലേക്ക് മാറിയ ആളുകൾ ഇപ്പോഴും അവരുടെ ആ പഴയ ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റാറ്റസ്, കാസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കേരളത്തിൽ സംവരണമുണ്ട്. അതിൻ്റെ പേരാണ് SCCC, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ഫ്രം ക്രിസ്ത്യാനിറ്റി. അപ്പോൾ അവർ കേരളത്തിലവർക്ക് 1% മറ്റു സംവരണമുണ്ട്. പക്ഷേ അവരെ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് സംവരണമില്ല. കേന്ദ്രത്തിൽ അവർ OBC-യുടെ അറിയപ്പെടും. 27% OBC-കളിൽ ഈഴവരുടെയും മുസ്ലിങ്ങളുടെയും ലത്തീൻ കത്തോലിക്കരുടെയും ഒക്കെ കൂടെ ഒരുമിച്ച് ഈ പട്ടികജാതിക്കാരൻ മത്സരിക്കണം. അവിടെ ഒരു സാമൂഹ്യ അനീതിയുണ്ട്. പിന്നെ മറ്റൊരു കൂട്ടർ ഈ പട്ടികജാതിയിൽ നിന്ന് കൺവേർട്ട് ചെയ്തൊരു കുറേ പേര് സീറോ മലബാർ, സീറോ മലങ്കര എന്ന് പറഞ്ഞ 2 സഭകളിലേക്ക് മാറി. അവർ അതിനുള്ളിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ പഴയ ജാതി ഐഡൻറ്റിറ്റി ഉപയോഗിക്കാൻ പറ്റില്ല. ആളുകളൊക്കെ അവരെ വിളിക്കുമായിരിക്കും, പക്ഷേ സർട്ടിഫിക്കറ്റിലൊക്കെ റോമൻ കാത്തലിക് എന്ന് എഴുതുക. എന്ന് പറഞ്ഞാൽ സവർണ ക്രിസ്ത്യാനി. ഇന്നലെ വരെ ഹിന്ദു പട്ടികജാതി, ഇന്ന് സവർണ ക്രിസ്ത്യാനി. ഒരു സംവരണവുമില്ല. പക്ഷേ വളരെ അടുത്ത കാലത്തായിട്ട് അങ്ങനെ വന്ന കുറച്ച് ആളുകൾ ഈ ബിഷപ്പിനെയൊക്കെ കണ്ട് പട്ടികജാതിയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവർ സംവരണം നേടുന്നുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. എന്തായാലും ഈ ക്രിസ്തു മതത്തിലേക്ക് മാറിയത് കുറേ പേർക്കെല്ലാം വലിയ നഷ്ടമായിപ്പോയി, സംവരണത്തിൻ്റെ കാര്യത്തിലും. അതിനെ ഓഫ്സെറ്റ് ചെയ്യാവുന്ന വിധത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് ചെറിയ മുൻതൂക്കം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ വളരെ അടുത്ത കാലം വരെ അതിൽ ഒരു വലിയ മുൻതൂക്കമുണ്ടായിരുന്ന 2 ഗ്രൂപ്പുകൾ വയനാട്ടിലെ കുറിച്യരും കോട്ടയം, ഇടുക്കി ജില്ലകളിലെ മലയരയ വിഭാഗമാണ്. കുറിച്യർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിലെ ഏറ്റവും ഉയർന്ന റിച്വൽ സ്റ്റാറ്റസ് ഉള്ള ഒരു വിഭാഗമാണ്. അവരെ നമുക്ക് ആദിവാസികളിലെ നമ്പൂരി എന്ന് വിളിക്കാം. അവരാണ് എപ്പോഴും വയനാട്ടിലെ ആദിവാസികൾക്ക് മുകളിലൊരു ആധിപത്യമുള്ള സമൂഹമാണ്. അവർ സംവരണത്തിൽ കൂടെ കേരളത്തിൽ ഒരുപാട് ജോലി കയറി പറ്റിയിട്ടുണ്ട്. പിന്നെ മലയരയത്തിന് 2 വിഭാഗമുണ്ട്. 2 3 വിഭാഗം ഉണ്ടെന്നാണ് ഒരു മലയരയൻ എക്സ്പെർട്ട് പറഞ്ഞത്. ക്രിസ്തുമതം സ്വീകരിച്ചവരുണ്ട്, ഹിന്ദുമതം സ്വീകരിച്ചവരുണ്ട്. ഇത് 2 സ്വീകരിക്കാത്ത മലദൈവങ്ങളെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അതിൽ ഈ ക്രിസ്തുമതം സ്വീകരിച്ച മലയരയന്മാർ കോട്ടയം ജില്ലയിലെ മേലുകാവിൽ ഒരു സ്വന്തമായിട്ടൊരു ഭദ്രാസനവും സ്വന്തം ബിഷപ്പും സ്വന്തം പ്രീസ്റ്റും ഒക്കെ ആയിട്ട് ഒരു സെറ്റപ്പുണ്ട്. ഈസ്റ്റ് കേരള ഡയോസിസ് ഓഫ് CSI. അവർ വളരെയധികം ഡെവലപ്പായി വിദ്യാഭ്യാസത്തിൽ കൂടെ. വിദ്യാഭ്യാസമാണ് കിട്ടിയത്. അപ്പോൾ അവരോട് ഒപ്പം മത്സരിക്കാൻ കേരളത്തിലെ മറ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അടുത്ത കാലം വരെ. പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ കൂടെ മറ്റ് സമുദായങ്ങളെല്ലാം പൊങ്ങി വരികയും ഇപ്പോൾ പലപ്പോഴും ഈ കേരള PSCയുടെ ST ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മറ്റു പല ട്രൈബുകളും ഈ മലയരന്മാരോടൊപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ മുൻതൂക്കം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സംവരണത്തെക്കുറിച്ച് മൊത്തത്തിൽ സാമൂഹ്യ നീതിയൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ധാരാളം അനീതി നടക്കുന്നുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, ഇന്ത്യയിൽ മറ്റെവിടെ ഇല്ലാത്ത രീതിയിൽ പ്രത്യേകം ജാതികൾക്ക് സംവരണം കൊടുത്തൊരു സ്ഥലമാണ് കേരളം. 1936 മുതൽ ഈഴവർക്ക്, മുസ്ലിങ്ങൾക്ക്, ലത്തീൻ കത്തോലിക്കർക്ക്, നാടാർക്ക്, പൂലയർക്ക് വരെ പ്രത്യേക സംവരണമായിരുന്നു. പിന്നീട് അത് മാറ്റി കഴിഞ്ഞപ്പോൾ
പുലയർക്കുള്ളതൊക്കെ മാറ്റി അവരെല്ലാം മൊത്തത്തിൽ പട്ടികജാതി എന്ന് പറഞ്ഞെങ്കിലും ഈ മറ്റ് കമ്മ്യൂണിറ്റികൾക്കെല്ലാം ഇൻഡിപെൻഡൻറ്റ് സംവരണമുണ്ട്. ക്രിസ്ത്യാനികളിലും ഒരു 5-6 കൂട്ടർക്ക് സംവരണമുണ്ട്. ഈ സംവരണം അങ്ങനെ പ്രത്യേകം കിട്ടാതെ പോയ സമൂഹങ്ങളൊക്കെ കുറച്ച് പിന്നോട്ട് പോയി. അതിൽ ഹിന്ദുക്കളിൽ അതർ ബാക്ക്വേർഡ് ഹിന്ദു എന്ന് പറഞ്ഞ് 93ഓളം ജാതികളുടെ ഒരു കൂമ്പാരമുണ്ട്. ആ കൂമ്പാരത്തിന് ഒറ്റ സംവരണമാണ്. അപ്പോൾ അതിലൊക്കെ ചില ജാതികൾ സംവരണത്തിന് കിട്ടാതെ പുറത്തു പോയിട്ടുണ്ട്. അതുപോലെ പട്ടികജാതിയിലും പട്ടികവർഗത്തിലും ഏതാണ്ട് 40 മേളിൽ വർഗ്ഗങ്ങളെ കൂടിയിട്ടാണ് ST, 50 മുകളിൽ ജാതികളാണ് SC. അപ്പോൾ അതിലൊക്കെ ഒരു 10ഓളം ജാതികൾ മാത്രമേ കേരളത്തിലെ സംസ്ഥാന സർവീസിലായാലും കേന്ദ്രത്തിലായാലും കടന്നു കൂടിയിട്ടുള്ളൂ. ബാക്കി ഉള്ള ആൾക്കാർ ഈ 50-ൽ പരം ജാതികളിൽ 53 മറ്റുമാണ്. അതിൽ ഈ 10-ന് ശേഷമുള്ള ജാതികളൊക്കെ അവിടെ ഇവിടെ ഒറ്റപ്പെട്ട ജോലിയിൽ ഒതുങ്ങി നിൽക്കുക. അപ്പോൾ അവിടെ ഒരു സാമൂഹിക നീതി നടക്കുന്നില്ല. ഒറ്റടിക്കിന് വാക്ക് പറയാമെങ്കിലും ഇത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വലിയ അനീതി പല സമൂഹങ്ങളോടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈഴവനും മുസ്ലിമിനും ലത്തീൻ കത്തോലിക്കർക്കും നാടാർക്കും വിശ്വകർമ്മയ്ക്കും ഒക്കെ പ്രത്യേക സംവരണം ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് പോകുമ്പോൾ ഇവരെല്ലാവരും കൂടെ 27% പരസ്പരം മത്സരിക്കുക. അവിടെയും വ്യത്യാസമുണ്ട്. കാരണം ഈ സമൂഹങ്ങളിൽ പലരും കുറച്ച് ഈ പിന്നോക്കത്തിലെ മുന്നോക്കക്കാരാണ്. പിന്നോക്കത്തിലെ മുന്നോക്കം എന്നൊരു വാക്കുണ്ടല്ലോ. അങ്ങനെ വന്ന ആളുകൾക്ക് ഒരു ഒന്നിച്ച് മത്സരിക്കുമ്പോൾ അവർക്കൊരു മുൻതൂക്കം കിട്ടും. അപ്പോൾ അവിടെ ഒരു സാമൂഹിക നീതി നടക്കുന്നില്ല. ഇതിൽ സൂക്ഷ്മമായൊരു സാമൂഹിക നീതി നടക്കില്ല. അത് സാധ്യമല്ല ഒരിക്കലും. നമുക്കിനി കേരളത്തിലെ അടുത്ത എപ്പിസോഡിൽ കേരളത്തിലെ ഈ കോളേജ് അഡ്മിഷനും PSC അപ്പോയിൻമെൻറ്റുകളുടെ കുറച്ച് റാങ്ക് ലിസ്റ്റുകൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് അതിനൊന്ന് വിശകലനം ചെയ്യാം. നന്ദി, നമസ്കാരം.